പിശാചിനെ പേടിയില്ലാത്തൊരു കൂട്ടമാണ് നിങ്ങളുടെ കൂട്ടം. ഒരു വലിയ കൂട്ടമാണ്. നിങ്ങളിൽ ആർക്കും പിശാചിനെ പേടിയില്ല. അടുത്തത്, പിശാചിനെ കുറിച്ച് നിങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കാറുമില്ല. കേരളം മുഴുവൻ പിശാചിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പിശാചിനെ കുറിച്ച് പേടിയില്ലാത്തതും അതിനെക്കുറിച്ച് ചിന്തിക്കാത്തതുമായൊരു കൂടി വരവ്, അതാണ് ഹെവൻലി ഫീസ്റ്റ്. തങ്കുബദർ നമുക്കെന്നും ഒരു അഭിമാനമാണ്, അനുഗ്രഹമാണ്. നീണ്ട 30 വർഷം കർത്താവിന്റെ വേല ഒരു ചടങ്ങ് പോലെ ചെയ്തതല്ല, പരമാർത്ഥതയിലും കണ്ണുനീരോടെ വിതച്ച് ആർപ്പോടെ കൊയ്തവനാണ്. തങ്കുബദറെ 30, 60, 100 മേനി എന്ന അനുഭവത്തിലേക്ക്, ഒരു വലിയ കൊയ്ത്തിലേക്ക് ദൈവം തങ്കുബദറിനെ പ്രവേശിപ്പിക്കട്ടെ. തങ്കുബദറിന്റെ വളർച്ചയിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഒരു വാക്യം കർത്താവിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഹെവൻലി ഫീസ്റ്റിനുള്ള ബന്ധത്തിൽ തന്നത്, അത് തങ്കുബദറിലൂടെ നിറവേറേണ്ട കുറെ കാര്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 49:22 യാക്കോബ് യോസഫിനെ അനുഗ്രഹിക്കുന്നത്, ജോസഫ് ഫലപ്രദമായ വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ വൃക്ഷം തന്നെ, അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. അതായത് മതിലുകൾ, പരിമിതികളുടെ മതിലുകൾ ജോസഫിന് ചുറ്റും വന്നപ്പോൾ അതിൻ്റെ മീതെ പടരുന്ന ഒരു വിശാല വളർച്ച. ഈ 2026 നിങ്ങളുടെ സഭ കാണാൻ പോവുകയാണ്. പിശാച് പല രീതിയിൽ നിങ്ങൾക്ക് ചുറ്റും പല വഴികൾ അടച്ചു കളഞ്ഞതാണ്. എന്നാൽ അതിൻ്റെ മീതെ പടർന്നു പിടിച്ച് ഫലം കഴിക്കാൻ പോവുകയാണ്. 23-ാമത്തെ വാക്യം, വില്ലാളികൾ അതിനെ വിഷമിപ്പിച്ചു, അവരെയ്തു, അവനോട് പൊരുതു, അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു, അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു, ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്തിൽ. എല്ലാവരും എയ്തു, ഒത്തിരി യുദ്ധങ്ങൾ നേരിട്ടു, എന്നാൽ അവന്റെ കൈ ഉറപ്പോടെ നിന്നു, ദൈവം അവനോട് കൂടെ നിന്നു. ജോസഫിനെ കുറിച്ച് പറയുന്നത് പോലെ എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു. മലയാളികളുടെ ഇടയിൽ പലയിടങ്ങളിലും നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ, ഇതിനെയെല്ലാം നിങ്ങൾ നേരിട്ടത് ക്രിസ്തുവിലുള്ള വെളിപ്പാടാണ്. ഒരിക്കൽ ഒരു പ്രോഫറ്റ് തോമസ് ഊട്ടി ബ്രദറിനോട് ദൂത് പറയുന്നത്, ആ പ്രവാചകന് ഇതാരാണെന്ന് അറിയില്ല, ഞങ്ങളുടെ ഇടയിൽ തോമസ് ഊട്ടി ബ്രദർ ഇരിക്കുമ്പോൾ ഫോണിലൂടെ പറയുകയാണ്, പിശാചിനെ പേടിയില്ലാത്തൊരു കൂട്ടമാണ് നിങ്ങളുടെ കൂട്ടം. ഒരു വലിയ കൂട്ടമാണ്. നിങ്ങളിൽ ആർക്കും പിശാചിനെ പേടിയില്ല. അടുത്തത്, പിശാചിനെ കുറിച്ച് നിങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കാറുമില്ല. കേരളം മുഴുവൻ പിശാചിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പിശാചിനെ കുറിച്ച് പേടിയില്ലാത്തതും അതിനെക്കുറിച്ച് ചിന്തിക്കാത്തതുമായൊരു കൂടി വരവ്, അതാണ് ഹെവൻലി ഫീസ്റ്റ്. നിങ്ങളുടെ വളർച്ച, കേരളത്തിൽ ഹീലിംഗ് മിനിസ്ട്രി, ഡെലിവറൻസ് മിനിസ്ട്രി, അത് ശക്തിയോടെ പുറത്തു കൊണ്ടുവന്നത് നിങ്ങളാണ്. നിങ്ങളിലൂടെ ഇനിയും വലിയ കാര്യങ്ങൾ നടക്കും. ന്യൂ ഇയറിന് മാത്രമല്ല, സ്റ്റേഡിയങ്ങളിൽ നിങ്ങൾ എല്ലാ യോഗങ്ങളും സ്റ്റേഡിയങ്ങളിലേക്ക് മാറ്റുന്ന ഒരു സീസൺ വരികയാണ്. ലോക രാജ്യങ്ങളിലേക്ക് ഉണർവിന്റെ തീ അയക്കുവാൻ മതിലിന്മേൽ പടരുന്ന ഒരു കൂട്ടമായി ദൈവം നിങ്ങളെ മാനിക്കും. God bless you. 2026 will be beyond your imagination if you are connected to the word of Jesus. Today I am prophesying upon you. ഇന്ന് ഒരു പ്രവചനം നിന്നോട് പറയട്ടെ. Unimaginable harvest, unimaginable financial resources, unimaginable ways. 2026, God is with us. God is in your favor because Christ is in you.